Hi friends, welcome to our class. Let's go to our activities. Okay children, do you remember who said this? No dear, no dear, I won't stay here, sending away my friends in dismay. Who said this? Yes, the white butterfly. Sunflower, sunflower, it's raining heavily. Shall we stay here till the rain is over? Who said this? Yes, the three butterflies. Okay, children, can you say who said these? My favorite fellows, the red and yellow ones. You can stay with me till it stops raining. Yes, the sunflower said this. But I can let in here only the white one. Who said this? Yes, the white lily. Let's move to last activity. I can. I understood the story Three Butterflies. Three Butterflies എന്ന സ്റ്റോറി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. I remember the events in the story. അതിലെ ഓരോ സംഭവങ്ങളും നിങ്ങൾ ഓർക്കുന്നുണ്ട്. I can now complete the sentences by supplying suitable words. അപ്പോൾ ഈ സ്റ്റോറിയിലുള്ള സ്യൂട്ടബിൾ ആയിട്ടുള്ള യോജിച്ച വേർഡ്സ് ചേർത്ത് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. നമുക്കിനി ഓരോ വിങ്സിലും എഴുതിയിട്ടുള്ള സെൻറ്റൻസ് വായിച്ചു നോക്കാം. എന്നിട്ട് മിസ്സിംഗ് വേർഡ്സ് കണ്ടുപിടിക്കാം. ഈ വിങ്സിൽ എന്താ എഴുതിയതെന്ന് നോക്കാം. The sun was dash to see the love and care among the butterflies. അവിടെ ഏത് വേർഡാണ് വേണ്ടത്? യെസ്, the sun was pleased to see. സണ്ണിന് വളരെ സന്തോഷം തോന്നി ഇവരുടെ ലവ് ആൻഡ് കെയർ കണ്ടിട്ട്. നെക്സ്റ്റ്, ഈ വിങ്സിൽ എന്താണ് എഴുതിയത്? ദ ബട്ടർഫ്ലൈസ് ഡാഷ് ഫോർ ഷെൽട്ടർ. ബട്ടർഫ്ലൈസ് ഒരു താമസ സ്ഥലത്തിന് വേണ്ടി, അഭയസ്ഥലത്തിന് വേണ്ടി നോക്കി. അപ്പോൾ എന്താണ് വേർഡ്? ലുക്ഡ്. ലുക്ഡ് ഫോർ ഷെൽട്ടർ. Okay friends, shall we go to the third wings? Okay. The three butterflies got dash in the rain. മൂന്ന് ചിത്രശലഭങ്ങളും മഴയത്ത് എന്താണ് ഉണ്ടായത്? നനഞ്ഞു. അപ്പോൾ ഏതാണ് വേർഡ്? wet. wet in the rain. Okay, let's move to the last and final one. The three butterflies dash in the garden. The three butterflies എന്താ അവർ ഗാർഡനിൽ ചെയ്തത്? played in the garden. Let me color the wing with the first event of the story yellow, the one with the second blue, the one with the third red, and the last one green. എന്ത് ചെയ്യാനാണെന്ന് മനസ്സിലായോ? നമ്മൾ ഈ സ്റ്റോറിയുടെ ഫസ്റ്റ് ഇവൻറ്റ് ഏതാണ്? ആദ്യം നടന്നത് ഏതാണ്? The three butterflies played in the garden. അപ്പോൾ അതിന് നമ്മൾ ഏത് കളർ കൊടുക്കണം? യെല്ലോ. സെക്കൻഡ് വൺ ഏതാണ്? രണ്ടാമത് നടന്ന സംഭവം എന്താ? ദ ത്രീ ബട്ടർഫ്ലൈസ് ഗോട്ട് വെറ്റ് ഇൻ ദ റെയിൻ. അപ്പോൾ ആ വിങ്സിന് നമ്മൾ ഏത് കളർ കൊടുക്കണം? ബ്ലൂ. ദെൻ വാട്ട് ഈസ് ദ തേർഡ് വൺ? ദ ബട്ടർഫ്ലൈസ് ലുക്ക് ഫോർ ഷെൽട്ടർ. വാട്ട് കളർ ഫോർ തേർഡ് വൺ? യെസ്, റെഡ്. ദെൻ വാട്ട് ഈസ് ദ ലാസ്റ്റ് വൺ? The sun was pleased to see the love and care among the butterflies. Then what color we want to give? Green color. Okay, my dear little children, is it very clear? Butterfly. Okay. Butterfly, butterfly, fly in the sky. Butterfly, butterfly, fly so high. Butterfly, butterfly, lands on my thigh. Butterfly, butterfly, motionlessly lies. Butterfly, butterfly, gracefully dies. ഈ കവിതയുടെ ആശയം എന്താണെന്ന് നമുക്ക് നോക്കാം. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഫ്ലൈ ഇൻ ദ സ്കൈ. പൂമ്പാറ്റേ പൂമ്പാറ്റേ, ആകാശത്തിലൂടെ പറക്കുന്ന പൂമ്പാറ്റേ. ഫ്ലൈ ഇൻ ദ സ്കൈ എന്ന് പറഞ്ഞാൽ ആകാശത്തിലൂടെ പറക്കുന്ന പൂമ്പാറ്റേ.
ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പൂമ്പാറ്റേ പൂമ്പാറ്റേ. ഫ്ലൈ സോ ഹൈ ഉയരത്തിൽ പറക്കുന്ന പൂമ്പാറ്റേ. ഫ്ലൈസ് സോ ഹൈ ഉയരത്തിൽ പറക്കുന്ന പൂമ്പാറ്റേ. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ പൂമ്പാറ്റേ പൂമ്പാറ്റേ. ലാൻഡ്സ് ഓൺ മൈ തൈ ഉയരത്തിൽ നിന്നും താണിറങ്ങി എൻ്റെ മടിയിൽ ഇരിക്കൂ. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ മോഷൻലെസ്ലി ലൈസ് അങ്ങനെ എൻ്റെ മടിയിൽ ഇളകാതെ നിശ്ചലമായി ഇരിക്കൂ. മോഷൻലെസ്ലി എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട്, ഇളകാതെ. പൂമ്പാറ്റ അങ്ങനെയല്ല ഇരിക്കുക. ബട്ടർഫ്ലൈ ബട്ടർഫ്ലൈ ഗ്രേസ്ഫുള്ളി ഡൈസ് പൂമ്പാറ്റെ എങ്ങനെയാണ് നീ ശാന്തസുന്ദരമായാണ് നീ മരിക്കുന്നത്. Children, let us answer the question. What does the butterfly do? ചിത്രശലഭം എന്താണ് ചെയ്യുന്നത്? എന്താ ചിത്രശലഭം ചെയ്യുന്നത്? Fly in the sky. Fly high in the sky. Fly so high. Fly in the sky. ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുന്നു. നമുക്ക് രണ്ടും കൂടി എങ്ങനെ കൂട്ടിച്ചേർത്ത് പറയാം? Flies high in the sky. ആകാശത്തിൽ വളരെ ഉയരത്തിൽ പറക്കുന്നു. വാട്ട് ഈസ് ദ നെക്സ്റ്റ് വൺ? വേർ ഡസ് ദ ബട്ടർഫ്ലൈ ലാൻഡ് ടു റെസ്റ്റ്? വിശ്രമത്തിനായിട്ട് ചിത്രശലഭം എവിടെയാണ് വന്നിരിക്കുന്നത്? ചിത്രശലഭം ലാൻഡ്സ് ഓൺ മൈ തൈ. എവിടെയാണ്? എൻ്റെ തുടയിൽ. തൈ എന്ന് പറഞ്ഞാൽ തുട. തുടയിലാണ് വന്ന് ഇരിക്കുന്നത്. വാട്ട് ഈസ് ദ തേർഡ് വൺ? വാട്ട് ഹാപ്പൻസ് ടു ദ ബട്ടർഫ്ലൈ ഇൻ ദ എൻഡ്? അവസാനം ചിത്രശലഭത്തിന് എന്താണ് സംഭവിക്കുക? ഇറ്റ് ഡൈസ്. ഗ്രേസ്ഫുള്ളി ഡൈസ്. ശാന്തസുന്ദരമായിട്ട് മരിക്കുന്നു അല്ലേ? ഗ്രേസ്ഫുള്ളി ഡൈസ്. ലെറ്റ്സ് ഗോ ടു സെക്കൻഡ് ആക്ടിവിറ്റി. ഫിൽ ഇൻ ദ ബോക്സസ് പിക്കിംഗ് ഔട്ട് ഫ്രേസസ് ഫ്രം ദ പോം ദാറ്റ് ഷോ വാട്ട് ദ ബട്ടർഫ്ലൈ ഡസ്. ഈ കവിതയിൽ നിന്നും ചിത്രശലഭം ചെയ്യുന്ന ചില കാര്യങ്ങൾ ഫ്രേസസ് പദസമൂഹങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് ഓരോന്നും കണ്ടുപിടിച്ച് ചതുരത്തിൽ എഴുതാനാണ്. ഒന്ന് തന്നിട്ടുണ്ട്, എന്താണ്? ഫ്ലൈ സോ ഹൈ ഉയരത്തിൽ പറക്കുന്നു. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ചിത്രശലഭം ചെയ്യുന്നത്? അത് കണ്ടുപിടിച്ച് ഇവിടെ എഴുതണം. നമുക്ക് ഈ കവിതയിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ബട്ടർഫ്ലൈ ചെയ്യുന്നത് എന്ന് നോക്കാം. എന്തെല്ലാം കാര്യങ്ങളാണ് ബട്ടർഫ്ലൈ ചെയ്യുന്നത്? ഫ്ലൈ ഇൻ ദ സ്കൈ ആകാശത്തിലൂടെ പറക്കുന്നു. ഫ്ലൈ സോ ഹൈ വളരെ ഉയരത്തിൽ പറക്കുന്നു. ലാൻഡ്സ് ഓൺ മൈ തൈ എൻ്റെ മടിത്തട്ടിൽ വന്നിരിക്കുന്നു. മോഷൻലെസ്ലി ലൈസ് ഇളകാതെ നിശ്ചലമായി കിടക്കുന്നു. ഗ്രേസ്ഫുള്ളി ഡൈസ് ശാന്തസുന്ദരമായി മരിക്കുന്നു. Now let us go to activity 1. ഡ്രൈ എന്ന പദത്തിൻ്റെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാണ്? എന്താണ് റൈമിംഗ് വേർഡ്സ് എന്ന് പറഞ്ഞാൽ? അവസാനത്തെ സൗണ്ട് ഒരേപോലെ ആവണം. എൻഡിങ് സൗണ്ട് സെയിം ആകുന്നവയെയാണ് നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുക. അപ്പോൾ നോക്കൂ, ഫ്ലൈ, ഡ്രൈ, ഫ്ലൈ ഒരേപോലെ തന്നെയല്ലേ അവസാനിക്കുന്നത്? എൻഡിങ് സൗണ്ട് ഐ എന്നല്ലേ? അപ്പോൾ ഡ്രൈ എന്ന പദത്തിൻ്റെ ഒരു റൈമിംഗ് വേർഡ് ഫ്ലൈ. ദെൻ സ്കൈ, അതും എൻഡ് അവസാനിക്കുന്നത് എങ്ങനെയാ? ഐ ആണ്.
അപ്പോൾ അതും റൈമിംഗ് വേർഡ്സ് ആണ്. ദെൻ ഫ്ലൈ, 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 ഫ്ലൈസ് എന്നില്ല കേട്ടോ, ഫ്ലൈ മാത്രം. അപ്പോൾ അതും റൈമിംഗ് വേർഡ്സ്. ദെൻ ഹൈ, ദെൻ തൈ, ലൈ, ലാസ്റ്റ് വൺ ഡൈ. ദീസ് ആർ ദ റൈമിംഗ് വേർഡ്സ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.